തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. കഠിനംകുളത്ത് LDF സ്ഥാനാർത്ഥി ഏഞ്ചലിനും ഒപ്പമുള്ളവർക്കുമാണ് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. വീടിന് മുന്നിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിനാണ് കഠിനംകുളത്ത് വനിതാ സ്ഥാനാർത്ഥി അടക്കം 5 പേർക്ക്, അതായത് ഈ വനിതാ സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളാണ്, ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കളാണ്, 5 പേർക്ക് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഠിനംകുളം പുതുക്കുറിച്ചി നോർത്ത് വാർഡ് LDF സ്ഥാനാർത്ഥി ഏഞ്ചലിനും ഭർത്താവിനും ബന്ധുക്കൾക്കുമാണ് ഈ സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഇന്നലെ രാത്രി 9 മണിയോടെ ഭർത്താവുമൊത്ത് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന് മുന്നിൽ 4 അംഗ സംഘം തെറിവിളിയും ബഹളവും നടത്തുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് സ്വാഭാവികമായി അവർ ചോദ്യം ചെയ്യുന്നു. ഏഞ്ചലിന്റെ ഭർത്താവ് ഫിക്സ്വെലിനാണ് ആദ്യം മർദ്ദനമേറ്റത്. തടയാനായി ചെന്ന ഏഞ്ചലിനും മർദ്ദനമേറ്റു. തറയിൽ വീണ ഇവരുടെ കാലിൽ ഈ അക്രമി സംഘം തടികൊണ്ട് അടിക്കുകയായിരുന്നു. ഇവർ ഉടൻ തന്നെ കഠിനംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്താൻ വൈകിയതിനാൽ ഏഞ്ചൽ ഭർത്താവിന്റെ ബന്ധുക്കളെ ഈ വിവരം അറിയിക്കുന്നു. ബന്ധുക്കൾ എത്തിയപ്പോൾ അക്രമി സംഘം കൂടുതലെത്തി ബന്ധുക്കളെ ആക്രമിച്ചു. ഇതിൽ ഭർത്താവിന്റെ സഹോദരൻ വികലാംഗനായ മാക്സ്വെലിന് ഈ അക്രമി സംഘത്തിന്റെ കമ്പി കൊണ്ടുള്ള അടിയിൽ കാലിൽ പൊട്ടലുണ്ട്. ബൈക്കിൽ വന്ന മറ്റ് ബന്ധുക്കളെയും ഇവർ ആക്രമിക്കുകയും ചവിട്ടി തള്ളുകയും ചെയ്തു. മറ്റൊരു ബന്ധുവായ അനീഷിന് മുഖത്തും തലയിലും കമ്പി കൊണ്ടുള്ള അടിയിൽ പരിക്കേറ്റു എന്ന് ഇവർ പറയുന്നുണ്ട്. കഠിനംകുളം പോലീസ് എത്തിയപ്പോൾ ഈ സംഘം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ പോലീസ് പോയതിനു ശേഷം 20-ലധികം ആയി സംഘടിച്ച് വീണ്ടും എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു. വീടിനുള്ളിൽ കയറിയും ഇവരെ ആക്രമിച്ചു. പുറത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും അടിച്ചു തകർത്തു എന്നാണ് ഇവർ പറയുന്നത്. 10-ലധികം പേരെ പ്രതിയാക്കി കഠിനംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികളെ ഇപ്പോൾ പിടികൂടാനായിട്ടില്ല. ഉന്മേഷം. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.